കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്നു ചേർന്ന എല്ലാവർക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൻ്റെ ജീവൻ്റെ വചനങ്ങളെ പഠിക്കുവാനും ചിന്തിക്കുവാനും ഇങ്ങനെ ദൈവം തരുന്നതായിരിക്കുന്ന അവസരങ്ങൾ വളരെ വിലയേറിയതാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന് കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെല്ലാവരെയും ധാരാളമായിട്ട് ദൈവം സഹായിക്കട്ടെ. കൊലോസ്യ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനതിൻ്റെ 10-ാം വാക്യം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഞാൻ 10-ാം വാക്യം പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിലും ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ബൈബിൾ ഉള്ളവരെല്ലാവരും എടുക്കണം. കാരണം തോമസ് സാറ് ചെയ്യുന്നത് പോലെ സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ എനിക്ക് നിർവാഹമില്ല വാക്യങ്ങൾ. അപ്പോൾ ബൈബിൾ ഉള്ളവരെല്ലാവരും എടുത്ത് ആ വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഒന്നുകൂടെ 8-ാമത്തെ വാക്യം മുതൽ ഒന്നുകൂടെ ഞാൻ വായിച്ച് 11-ാമത്തെ വാക്യം മുതൽ പറയാമെന്ന് വിചാരിക്കുകയാണ്. 8-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ 8-ാമത്തെ വാക്യം മുതൽ അതിൻ്റെ 23-ാമത്തെ വാക്യം വരെ ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ വിഷയമാണ് പൗലോസ് കൈകാര്യം ചെയ്യുന്നത്. എന്താണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തത്വജ്ഞാനവും വഞ്ചനകളും, അതായത് ന്യായപ്രമാണത്തിൻ്റെ ഉപദേശങ്ങളും ഗ്രീക്ക് യവന തത്വജ്ഞാനവും ഒക്കെ പൗലോസിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിച്ചിരിക്കുന്നവരുടെ ഇടയിലേക്ക് കയറി വരികയും അവർ നക്ഷത്രങ്ങളുടെ ഗതി നോക്കി ദിവസങ്ങൾ തീരുമാനിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ളായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും പല ന്യായപ്രമാണ ഉപദേശങ്ങൾ കടന്നു വരികയൊക്കെ ചെയ്തപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ടിരുന്നായിരിക്കുന്ന വാക്യങ്ങളാണ് 8-ാമത്തെ വാക്യം മുതൽ എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒന്നുകൂടെ 8-ാമത്തെ വാക്യം മുതൽ തന്നെ നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. ഞാൻ വായിക്കാം, നിങ്ങളെല്ലാവരും ബൈബിളിലേക്ക് നോക്കണം. ഈ 8 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഒറ്റ വിഷയം കൈകാര്യം ചെയ്യുകയാണ്. ആ ഒരു വിഷയം എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇന്ന് ലോകത്തിലുള്ളായിരിക്കുന്ന അനേകം സഭകളിലെ തെറ്റായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ്. നമ്മൾ പണ്ട് പല സഭകളിലും ആയിരുന്നു. അവിടെയൊക്കെ ചെയ്തു പോന്നായിരിക്കുന്ന പല തെറ്റുകളെക്കുറിച്ച് നമുക്ക് ബോധ്യം വരും. അപ്പോൾ ഇതൊരു വലിയ മർമ്മമാണ് ഈ ഭാഗങ്ങൾ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കുക. വായിക്കാം. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഇത്രയും വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. അതായത് ഈ ലോകത്തിലുള്ളായിരിക്കുന്ന പല പാഠങ്ങളുണ്ടല്ലോ, പല പാഠങ്ങൾ. ഈ പാഠങ്ങളൊന്നും, അല്ലെങ്കിൽ ഈ പാഠങ്ങൾ ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ വിശദീകരിച്ച് പറഞ്ഞിരുന്നു. പിന്നെ ഒരുപാട് നാളുകളെ നോക്കുക, നല്ല ദിവസങ്ങളെ നോക്കുക, നല്ല സമയങ്ങളെ നോക്കുക, നക്ഷത്രങ്ങളുടെ ഗതി അനുസരിച്ച് ജീവിതത്തിലെ ക്രമങ്ങൾ പാലിക്കുക, പിന്നെ അതുപോലെ ചന്ദ്രൻ്റെ ഗതി അനുസരിച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. നമുക്കറിയാമല്ലോ നമ്മൾ എന്തെല്ലാം തെറ്റുകളാണ് ചെയ്തു പോന്നിരുന്നത്. ഇപ്പം പെര പണിയുമ്പോൾ ഇപ്പോഴും നമ്മൾക്കായാലും അത് അറിഞ്ഞുകൂടാ. പെര പണിയുമ്പോൾ സാധാരണ സ്ഥാനം കണ്ടിട്ടൊക്കെയാണ് പെര പണിയുന്നത്. ഇതെല്ലാം ഒരു തരം ഭൂതാരാധനയാണ്. നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തിരുവെഴുത്ത് പഠിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ഥാനം കണ്ട് കുറ്റിയടിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ പെര പണിയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം ഈ പറയുന്നതായിരിക്കുന്ന ഗ്രീക്ക് യവന തത്വചിന്തകളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതായിരിക്കുന്ന പാഠങ്ങളാണ്. ഈ കാര്യങ്ങൾ കൊണ്ട് പൗലോസ് പറയുകയാണ്, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആരില്? ക്രിസ്തുവിലാണ്. ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ സർവ്വജ്ഞാനവും ദൈവത്തിൻ്റെ സർവ്വശക്തിയും ദൈവത്തിൻ്റെ സർവ്വവിധമായിരിക്കുന്ന മഹത്വവും തേജസ്സും എല്ലാം ക്രിസ്തുവിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് അവിടെ വായിച്ചത്. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങളും പരിപൂർണരായി. അപ്പോൾ
ക്രിസ്തു പരിപൂർണനാണെങ്കിൽ ക്രിസ്തുവിലായി തീർന്നതായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്തായിത്തീർന്നു? ഇങ്ങനെയുള്ളായിരിക്കുന്ന ജ്ഞാനത്തിനും വഞ്ചനകൾക്കും ന്യായപ്രമാണത്തിൻ്റെ ഉപദേശങ്ങൾക്കും നമ്മളും ക്രിസ്തുവിൽ പൂർണ്ണത നേടിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഈ അപൂർണതയിലുള്ളവരല്ലേ പൂർണ്ണതയ്ക്ക് വേണ്ടി പലതും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്നിൽ പല കുറവുകളുണ്ട്, എന്നിൽ പലതും ശരിയാക്കാനുണ്ട്, എൻ്റെ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല, ശരിയാക്കാൻ വേണ്ടി പലതും ചെയ്യണം എന്ന് വരുമ്പോഴാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്? നമ്മൾ അതിനു വേണ്ടിയിട്ട് മാർഗങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് പറയാണ്, ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സമ്പൂർണതയും വസിക്കുന്നു. ആ ക്രിസ്തുവിനാൽ അവനാൽ ആ സർവസമ്പൂർണതയും ക്രിസ്തുവിൽ വസിക്കുന്നത് പോലെ തന്നെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും. അപ്പം ലോകത്തിൻ്റെ സകലവിധമായിരിക്കുന്ന ഉപദേശ തത്വ സംഹിതകൾക്കും അപ്പുറമായി എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും തലയായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ കീഴിലെ ഉടലായിരിക്കുന്ന നമ്മൾ സർവസമ്പൂർണരായി തീർന്നു എന്ന് പറഞ്ഞിട്ട് ആ സമ്പൂർണതയുടെ വിശദാംശങ്ങളാണ് ഇനി താഴേക്ക് പറയുന്നത്. നമുക്കിന്ന് 11 മുതലുള്ള വാക്യങ്ങളാണ് ചിന്തിക്കാനുള്ളത്. ക്രിസ്തുവിൽ എങ്ങനെയാണ് നമ്മൾ സമ്പൂർണരായി തീർന്നത് എന്നുള്ളതിൻ്റെ വിശദീകരണങ്ങളാണ് അതിൻ്റെ താഴേക്കുള്ള വേദഭാഗങ്ങളിൽ കൊടുക്കുന്നത്. നോക്കിയേ, ഒന്നാമത്തെ കാര്യം പറയാണ്, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. ഒന്നാമതായിട്ട് പറഞ്ഞത് ഈ പരിച്ഛേദന എന്നൊക്കെ പറയുന്നത് ദൈവം നമുക്കറിയാമല്ലോ അബ്രഹാമിന് അടയാളമായിട്ട് കൊടുത്തതാണ്, യഹൂദന്മാർക്ക് ഒരു ചട്ടമായിട്ട് കൊടുത്തതാണ്. ന്യായപ്രമാണത്തിൻ്റെ നീക്കിക്കൂടാത്തതായിരിക്കുന്ന ഒരു കൽപ്പനയാണ് എന്ത്? പരിച്ഛേദന എന്ന് പറയുന്നത്. എന്നാൽ ദൈവം വന്ന ആ പരിച്ഛേദന കൊടുത്തപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം എന്താ ഉദ്ദേശിച്ചത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിക്കും ഈ പരിച്ഛേദന എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? പരിച്ഛേദന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ വിശദീകരിക്കണ്ടല്ലോ. അതായത് വൃത്തികേടുകൾ കെട്ടിക്കിടക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ അങ്ങനെയുള്ള സ്ഥലത്തിൻ്റെ അഗ്രചർമ്മം ഛേദിച്ച് കളഞ്ഞ് അവിടെ വ്യക്തമായി വിശുദ്ധീകരിക്കുക, നന്നാക്കുക എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പരിച്ഛേദന എന്ന കർമ്മം കൊടുത്തിരിക്കുന്നത്, യഹൂദന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ദൈവം ശരീരത്തിൻ്റെ വൃത്തികേടാണോ ദൈവം നോക്കുന്നത്? ശരീരത്തിൻ്റെ എന്തെങ്കിലും മാലിന്യമാണോ നോക്കുന്നത്? ശരീരത്തിൻ്റെ മാലിന്യമല്ല, അത് ദൈവത്തിന് അത്ര വിഷയമുള്ളതല്ല. യഥാർത്ഥത്തിൽ പരിച്ഛേദന എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചാൽ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന എന്ന് പറയുന്നുണ്ട്. ഹൃദയത്തിൻ്റെ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് ശരിക്കും മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, പുറമേ നിന്ന് അകത്തേക്ക് ചെല്ലുന്നതല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, അകമേ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. ഹൃദയത്തിൽ നിന്ന് ദുശ്ചിന്ത, വ്യഭിചാരം, കൊലപാതകം, മോഷണം, അങ്ങനെയുള്ളായിരിക്കുന്ന വൃത്തികേടുകൾ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഹൃദയമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത്? പരിച്ഛേദന ചെയ്യേണ്ടത്. ഹൃദയത്തിൻ്റെ മാലിന്യമാണ് കഴുകിക്കളയേണ്ടത്. ഹൃദയത്തിൻ്റെ മറവിടമാണ് നീക്കിക്കളയേണ്ടത്. നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ യഥാർത്ഥ ഇഷ്ടം അതാണ്. ഏത് മനുഷ്യനെക്കുറിച്ചും ന്യായപ്രമാണം കൊടുത്ത് പരിച്ഛേദന കൊടുത്തതായിരിക്കുന്ന യഹൂദന്മാരെക്കുറിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടം ഹൃദയ പരിച്ഛേദന ഉദ്ദേശിച്ച ഇതാണ്. നമ്മൾ ക്രിസ്തുവിൽ എങ്ങനെയാണ് പരിപൂർണരായത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം പൗലോസ് പറയുകയാണ്, നമ്മൾ യഥാർത്ഥമായിട്ട് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ഏറ്റ് പൂർണ്ണത പ്രാപിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ബാക്കി എല്ലാ പരിച്ഛേദനയും കൈകൊണ്ടാണ്. ലോകത്തിലുള്ളായിരിക്കുന്ന മനുഷ്യരെല്ലാം പരിച്ഛേദന ചെയ്യുന്നത് അല്ലെങ്കിൽ സുന്നത്ത് ചെയ്യുന്നത് കൈകൊണ്ടാണ്. എന്നാൽ യഥാർത്ഥമായിരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്ന ഹൃദയത്തിൻ്റെ പരിച്ഛേദന ദൈവമാണ് ഒരു മനുഷ്യന് നൽകുന്നത്. നീതീകരണവും വിശുദ്ധീകരണവും ഒക്കെ നൽകുന്ന ദൈവമാണ്. നമുക്ക് ആർക്കും സ്വയമായിട്ട് നീതീകരണം പ്രാപിക്കാനോ വിശുദ്ധീകരണം പ്രാപിക്കാനോ നമുക്ക് കഴിയുകയില്ല. ദൈവം തന്നെങ്കിൽ മാത്രമാണ് നമ്മളുടെ ജീവിതത്തിൽ വിശുദ്ധീകരണവും നീതീകരണവും ഉണ്ടാകുകയുള്ളൂ. അത് ഹൃദയത്തിൽ നിന്ന് പിന്നീട് ഒരുതൻ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ, ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ്റെ മാലിന്യങ്ങളുടെ ഹൃദയം കഴുകപ്പെട്ടിട്ട് അത് ശുദ്ധിയുള്ളതായിത്തീരുകയും ശുദ്ധ മനസ്സാക്ഷിയുള്ളവരായിട്ട് ജീവിക്കുകയും ചെയ്യും. നമ്മളിൽ അങ്ങനെ എന്തെങ്കിലും പരാജയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പം ഇവിടെ പറയാണ്, അവനിൽ
നമ്മൾ പരിപൂർണരായി എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യത്തിൽ പരിപൂർണരായി? എന്തൊക്കെ കാര്യത്തിലാണ് പരിപൂർണരായത്? ഒന്ന്, യഥാർത്ഥമായിരിക്കുന്ന പരിച്ഛേദന എന്ന പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ. നമ്മളാണ് ആ കാര്യത്തിൽ വിജയിച്ചവർ. രണ്ടാമതായിട്ട് പറയുന്നതായിട്ട്, അവരിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം മുരിഞ്ഞു കളഞ്ഞാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. അടുത്ത വാക്യം നോക്കിയാൽ 12ാം വാക്യം. സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇവിടെ എന്തെല്ലാം കാര്യമാണ് ക്രിസ്തുവിൽ പൂർണ്ണത വന്നു എന്ന് പറയുന്നവരെ കുറിച്ച് പറയുന്നതെന്നറിയാമോ? പരിച്ഛേദന ഏറ്റു, പിന്നെന്താ, അടക്കപ്പെട്ടു, പിന്നെ യഥാർത്ഥമായിരിക്കുന്ന സ്നാനം സ്വീകരിച്ചു, പിന്നെ ഉയർത്തെഴുന്നേറ്റു. ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ക്രിസ്തുവിൽ പൂർണ്ണതയ്ക്കായി സംഭവിച്ചു കഴിഞ്ഞു എന്ന് പൗലോസ് പറയുന്നത്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല പറയുന്നത്, സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. അതാണ് പറയുന്നത്, യഥാർത്ഥ പരിച്ഛേദിതർ നമ്മളാണ്. അതായത് ഹൃദയത്തെ ദൈവത്തിൻ്റെ വിശുദ്ധീകരണത്തിന് ഒത്തവണ്ണം തിരിക്കുകയും നമ്മുടെ മാലിന്യമുള്ള ഹൃദയത്തിൽ നിന്ന് അതിനെ സ്വാതന്ത്ര്യം വരുത്തുകയും ചെയ്തതിലൂടെ ഹൃദയപരിച്ഛേദന സംഭവിച്ചു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ യഹൂദന്മാർക്ക് എന്തിനാ സ്നാനം കൊടുത്തെന്നറിയാമോ? പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ് സ്നാനം കൊടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന് 41-ാം വാക്യത്തിൽ, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നല്ല വായിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. അപ്പം എന്തിനാണ് യഥാർത്ഥത്തിൽ സ്നാനം യഹൂദന് കൊടുത്തത്? കർത്താവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ സ്നാനത്തിന് മുൻതൂക്കം കൊടുത്തത് എന്തിനാ? പാപം പരിഹരിക്കാൻ അന്ന് അവർക്ക് കൊടുത്തായിരിക്കുന്ന ഒരു ഉപാധിയാണ്, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയാണ് സ്നാനം. അപ്പം ഓരോരുത്തരും നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് സ്നാനം ഏൽക്കാനാണ് പറഞ്ഞത്. ഇന്ന് ഒരു കാര്യം നിങ്ങൾ ഓർക്കണേ, ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിലേക്ക് നോക്കിക്കേ. ഞാൻ ചില പേരെടുത്ത് പറയുന്നതിൽ തെറ്റിയിരിക്കരുത്. പെന്തക്കോസ്ത് സമൂഹം മുഴുവൻ പറയും എന്താ അറിയാമോ? പാപത്തിൻ്റെ പരിഹാരത്തിന് സ്നാനം എന്ന് പറയും. എന്നാൽ ബ്രദറൻ സമൂഹം മുഴുവൻ പറയും പാപത്തിൻ്റെ പരിഹാരത്തിനല്ല സ്നാനം, നമ്മൾ ക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഒരു സാദൃശ്യം മാത്രമാണ് സ്നാനം എന്ന് പറയും. പക്ഷേ പെന്തക്കോസ്തുകാർ പറയുന്നത് അതിനകത്ത് സത്യം എന്താണെന്നറിയാമോ? പാപത്തിൻ്റെ പരിഹാരത്തിനാണ് സ്നാനം കൊടുത്തിരുന്നത്. പാപത്തിൻ്റെ പരിഹാരത്തിനാണ് സ്നാനം കൊടുത്തിരുന്നത്. പാപത്തിൻ്റെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നതാണ്, അല്ലേ? അങ്ങനെയല്ലേ മർക്കോസ് 16:16 വായിക്കുന്നത്? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഞാൻ വേറൊരു വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. പൗലോസിൻ്റെ സ്നാനം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് പൗലോസ് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായം 16-ാം വാക്യം. ഞാൻ അതിൻ്റെ സന്ദർഭം മനസ്സിലാകാൻ വേണ്ടി 14 മുതൽ വായിക്കാം. 14, അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായം 14 മുതൽ. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിയുവാനും നീതിമാനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവൻ്റെ സാക്ഷിയായിത്തീരും. ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക. ഏതാണ്? പിന്നെ പൗലോസിൻ്റെ അടുക്കൽ വന്ന് പൗലോസിനോട് ഈ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന സന്ദർഭമെല്ലാം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ ആ കാര്യത്തെക്കുറിച്ച് പൗലോസ് പിന്നീട് പറയുന്നത്, എൻ്റെ അടുക്കൽ വന്നതായിരിക്കുന്ന ഈ വ്യക്തി എന്നോട് പറഞ്ഞത്, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നതും തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ട? അത്യുന്നതനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾക്കുവാനും അനേകർക്ക് നീ അവൻ്റെ സാക്ഷിയായി തീരുവാനും വേണ്ടിയിട്ടാണ് എന്നെ നിൻ്റെ അടുക്കൽ അയച്ചത്. മാത്രമല്ല, അതുകൊണ്ട് നീ വേഗത്തിൽ എഴുന്നേറ്റ്, ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക. സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക. അപ്പോൾ സ്നാനം എന്തിനാ യഹൂദന് കൊടുത്തത്? പാപത്തെ കഴുകാൻ.
പാപത്തെ പരിഹരിക്കാൻ. അതിന് എന്തെല്ലാം മുട്ടുന്യായങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല. സ്നാനം പാപത്തെ കഴുകിക്കളയുന്ന ഒരു വിശുദ്ധീകരണ പ്രവൃത്തിയായിട്ടാണ് തിരുവെഴുത്തിലെങ്ങും പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയാണ്, ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരായിരിക്കുന്നു. ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം പറഞ്ഞത് എന്താ? പരിപൂർണരായിരിക്കുന്നു പറഞ്ഞ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് നമുക്ക് പരിച്ഛേദന ലഭിച്ചു, യഥാർത്ഥ പരിച്ഛേദിതർ നമ്മളാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് എന്താ? നമ്മളാണ് യഥാർത്ഥ സ്നാനികർ, സ്നാനപ്പെട്ടവർ നമ്മളാണ്. എങ്ങനെ സ്നാനപ്പെട്ടു? നമ്മൾ വായിച്ചില്ലേ? സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്തിൽ അവനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവനോട് കൂടെ മരിച്ചു, അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ സ്നാനം വെള്ളത്തിലെ സ്നാനമല്ല. നമ്മളെന്നാ വെള്ളത്തിലെ സ്നാനമേറ്റെ? ഒരുപക്ഷെ നിങ്ങളൊക്കെ സ്നാനം ഏറ്റിട്ടുണ്ടാകാതിരിക്കാം. ഏതെങ്കിലും വിധത്തിൽ, ഒന്നല്ലെങ്കിൽ പള്ളികളിലാണെങ്കിൽ ശൈശവ സ്നാനം ഏറ്റിട്ടുണ്ടാകാം. ഇതിനു മുമ്പ് മറ്റേതെങ്കിലും ചർച്ചിലായിരുന്നു എങ്കിൽ അവിടുത്തെ സ്നാനം ഏറ്റിട്ടുണ്ടാകാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഡേറ്റൊക്കെ പറയാനുണ്ട്. ഞാൻ ആ ചർച്ചിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇന്ന സമയത്താണ് സ്നാനമേറ്റത്. അന്നാണോ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ മരിച്ചത്? അന്നാണോ, ആ സ്നാനമേറ്റപ്പോഴാണോ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റത്? അല്ല. ഇവിടെ എന്താ വായിച്ചത്? സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോട് കൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ക്രിസ്തു എന്ന് മരിച്ചോ അന്ന്, എൻ്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അവനോട് കൂടെ മരിച്ചു. എങ്ങനെയാണ് മരിച്ചത്? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ വെച്ച് തരികയാണ്. ക്രിസ്തു മരിച്ചപ്പോൾ നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു. നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നില്ലേ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചവനായി തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. 2 കൊരിന്ത്യലേഖനം അതിൻ്റെ 5-ാം അധ്യായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. എന്ന് മരിച്ചു? നമ്മൾ വെള്ളത്തിൽ മുങ്ങിയപ്പോഴോ? നമ്മൾ വെള്ളത്തിൽ സ്നാനപ്പെട്ടപ്പോഴോ? അല്ല കേട്ടോ, അന്നൊന്നും അല്ല നമ്മൾ മരിച്ചത്. എന്നാണോ കർത്താവ് മരിച്ചത് അന്ന് മരിച്ചു. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, കർത്താവ് മരിച്ചപ്പോൾ നമ്മളുണ്ടായിരുന്നോ സഹോദര എന്ന് എന്നോട് ചോദിക്കും. ഇല്ല, നമ്മളില്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നമ്മൾ അന്നേ ദൈവത്തിൻ്റെ കൺമുമ്പിലുണ്ടായിരുന്നു. ദൈവത്തിന് നമ്മൾ ഇന്നും ഇന്നലെയും ഉള്ളവരല്ല. കഴിഞ്ഞ നിത്യതയിലേ നമ്മൾ ദൈവത്തിന് മുമ്പിലുള്ളവരാണ്. നമ്മുടെ അസ്തിത്വം സർവജ്ഞാനിയായിരിക്കുന്ന ദൈവത്തിന് എന്നേക്കും വ്യക്തമായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ ഓരോരുത്തരെയും എന്നെയും ക്രിസ്തു യേശുവിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കണമെങ്കിൽ അന്നേ നമ്മുടെ അസ്തിത്വം ഇല്ലാതെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നത്, ഞാൻ ജനിച്ച് വളർന്ന് ഇത്രയും പ്രായമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരു നാൾ സുവിശേഷം കേട്ടപ്പോഴാണ് എനിക്ക് ഈ കാര്യം ബോധ്യം വന്നത്, ഞാൻ അന്ന് വിശ്വസിച്ചു. ഓക്കെ, അത് സമ്മതിക്കാം. അന്ന് നമ്മൾ വിശ്വസിച്ചു, അന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമുക്ക് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഇതൊക്കെ ദൈവം നമ്മളെക്കുറിച്ച് എന്ന് കണ്ടിരുന്നു എന്നാണ് പറയുന്നത്? ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടിരുന്നു. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട്, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവൻ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് നമ്മൾ വായിക്കുന്നില്ലേ? ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യമാണ്. അപ്പോൾ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറഞ്ഞാൽ അന്നേ ക്രിസ്തുവിൻ്റെ മരണം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വളരെ വ്യക്തമായിരുന്നു. ക്രിസ്തുവിൻ്റെ മാത്രമായിരുന്നോ? അല്ല, നമ്മുടെയും. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്കായി മരിച്ചു ഉയർത്തവനായ തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചു എന്ന് പറഞ്ഞാൽ, ഈ മരണം ഞാനോ നിങ്ങളോ ഏതെങ്കിലും കാലത്ത് ആരുടെയും കൈകീഴിൽ ഏതെങ്കിലും വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടപ്പോൾ സംഭവിച്ചൊരു കാര്യമല്ല. ഇത് ലോകസ്ഥാപനത്തിന് മുമ്പേ സംഭവിച്ചൊരു കാര്യമാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിൽ നമ്മളും മരിച്ചു, ക്രിസ്തുവിൻ്റെ അടക്കത്തിൽ നമ്മളും അടക്കപ്പെട്ടു, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മളും ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഇതെങ്ങനെ നമ്മളിൽ യാഥാർത്ഥ്യമായി? ഇന്ന് ജീവിക്കുന്ന നമ്മളിൽ ഇതെങ്ങനെയാണ്? ഇതൊരു വെറും കടങ്കഥ അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസമാണോ?
ഇത് വെറുതെ അങ്ങ് വിശ്വസിച്ച് ഒരു അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഞാൻ അതിനൊരു തെളിവ് നിങ്ങളോട് പറഞ്ഞുതരാം. ഈ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് അല്ലേ? നമുക്കറിയാമല്ലോ. ഇന്ന് നമ്മളിൽ വസിക്കുന്ന ആത്മാവ് ആരുടെയാ? ക്രിസ്തുവിൻ്റെ ആത്മാവല്ലേ? റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നത് എന്താ? ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിത അനുഭവങ്ങൾ നമ്മളുടേതും കൂടി ആയിത്തീർന്നു. അതെങ്ങനെയെന്നല്ലേ അവിടെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഊമനും ചെകിടനുമൊക്കെ ആയിരുന്ന ദുരാത്മാവ് ബാധിച്ചതായിരിക്കുന്ന ഒരു വ്യക്തി, നന്നായിട്ട് കാത് കേൾക്കാൻ കഴിയുന്നവനാണ്, നന്നായി സംസാരിക്കാൻ കഴിയുന്നവനാണ് ആ വ്യക്തി. എന്നാൽ ഊമനും ചെകിടനുമായ ദുരാത്മാവ് ഒരുത്തനെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഊമനും ചെകിടനുമായി തീർന്നു. മനസ്സിലാകുന്നുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുന്ന അവൻ ഊമനും ചെകിടനുമായി തീർന്നു. അതെങ്ങനെയാ? നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് നന്നായി അവന് സംസാരിക്കാൻ പറ്റും, നന്നായി കേൾക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു മനുഷ്യനിൽ ഊമനും ചെകിടനുമായ ഒരു ആത്മാവ് ബാധിച്ചപ്പോൾ അവൻ ഊമനും ചെകിടനുമായി തീർന്നത് എങ്ങനെയാ? ആത്മാവ് ബാധിക്കുന്നത് എവിടെയാ? ഈ മനുഷ്യൻ്റെ ആത്മാവിനെ അല്ലേ? പക്ഷെ അവൻ്റെ ശരീരത്തിൽ, ഫിസിക്കലായിട്ട് അവൻ്റെ ശരീരത്തിൽ അവൻ ഊമനും ചെകിടനുമായിട്ട് തീർന്നു. അതെങ്ങനെയാ? ഈ ആത്മാവ് ഊമനും ചെകിടനുമായിരുന്നത് കൊണ്ട് ഇവനും അതേ അനുഭവത്തിലേക്ക് വന്നു. എന്നിട്ട് കർത്താവ് അവനെ സൗഖ്യമാക്കിയപ്പോൾ ഊമൻ സംസാരിച്ചു, ചെകിടൻ കേട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഊമൻ സംസാരിച്ചു, ചെകിടൻ കേട്ടു. അപ്പോൾ ഏതൊരു ആത്മാവാണോ ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ കവർ ചെയ്യുന്നത്, ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ ഭരണം നടത്തുന്നതോ, ആ മനുഷ്യൻ ആ ആത്മാവിൻ്റെ പ്രകൃതിയിലേക്കായിത്തീരും. ഇപ്പം കാര്യം മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ മരണം, കഷ്ടാനുഭവം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഇത് നമ്മുടെ അവകാശമായി തീർന്നു. ക്രിസ്തു അനുഭവിച്ചതെല്ലാം, ക്രിസ്തുവിൻ്റെ പങ്കാളിത്തത്തിലെല്ലാം നമുക്കും കൂടെ പങ്കാളിത്തത്തിന് ഇടവന്നു. ഇവിടെ പറയാണ്, സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോട് കൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അടക്കപ്പെടലും കഴിഞ്ഞു, ഉയർത്തെഴുന്നേൽക്കലും കഴിഞ്ഞു. എങ്ങനെ? ഇതെല്ലാം അനുഭവിച്ച ക്രിസ്തുവിൻ്റെ ആത്മാവാണ് എന്നിലും നിങ്ങളിലും വസിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഈ ക്രിസ്തുവിൻ്റെ ആത്മാവ് വസിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനോട് പങ്കാളിത്തം വഹിച്ചു. അത് വെള്ളത്തിൽ മുങ്ങിയ സ്നാനത്തിലല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ പൊതിഞ്ഞപ്പോഴാണ്. ഇതാണ് പൗലോസ് പറയുന്ന സ്നാനം. റോമലേഖനം 6-ാം അധ്യായത്തിലും ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിലും കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിലും പൗലോസ് പറയുന്നതായിരിക്കുന്ന സ്നാനത്തിൽ എവിടെയും വെള്ളമില്ല. ഇത് വെള്ളത്തിലെ സ്നാനമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന ഒരു പ്രയോജനമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അതല്ല യഥാർത്ഥത്തിൽ. വെള്ളത്തിൽ മുങ്ങുമ്പോഴല്ല നമ്മളാരും പാവം കഴുകിക്കളയുന്നതും അന്നേരമല്ല. പിന്നെ വെള്ളത്തിൽ മുങ്ങുമ്പോഴല്ല നമ്മൾ സ്നാനപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വരുമ്പോഴാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം സ്ഥിതി ചെയ്യുന്നത് ഈ ബാഹ്യമായ ശരീരത്തിലല്ല കേട്ടോ, ഈ ബോഡിയിലല്ല. പിന്നെ എവിടെയാണ് നമ്മുടെ വ്യക്തിത്വം സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ പേഴ്സണാലിറ്റി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനിലാണ്. അകത്തെ മനുഷ്യനിൽ വ്യക്തിത്വം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നതായിരിക്കുന്ന നമ്മുടെ ആത്മാവ്, അവിടെയാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് വസിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ അകത്തെ മനുഷ്യനെ പൊതിയുകയാണ്. ആ പൊതിയുന്നതിനെയാണ്, ആ കവർ ചെയ്യുന്നതിനെയാണ് സ്നാനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. സ്നാനം എന്ന വാക്കിൻ്റെ അർത്ഥം, ബാപ്റ്റിസോ എന്ന മൂലപദത്തിൻ്റെ അർത്ഥം മുഴുകുക എന്ന് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കണം. ഞാൻ അതിനെക്കുറിച്ച് പറയാറുണ്ട്. ഏതൊന്നിൽ മുഴുകുന്നതും സ്നാനമാണ്. നിങ്ങൾ ഒരിടത്ത് ഇരുന്നിട്ട് വേറെ തന്നെ ഒരു വലിയൊരു കൊട്ട നിറച്ച് മണ്ണ് കൊണ്ടുവന്ന് നിങ്ങളുടെ തലയിലിട്ടാൽ നിങ്ങൾ മണ്ണിൽ സ്നാനപ്പെട്ടു എന്ന് പറയാം.
ഒരു 10 ലിറ്റർ മണ്ണെണ്ണ എടുത്ത് നിങ്ങളുടെ തലയിൽ കൂടി ഒഴിച്ചാൽ മണ്ണെണ്ണയിൽ സ്നാനപ്പെട്ടുന്നു. എല്ലാത്തിനും സ്നാനം എന്ന് പറഞ്ഞാൽ മുഴുകുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇവിടെ പൗലോസ് പറയുന്ന സ്നാനം ഏതാ അറിയാമോ? ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ വ്യക്തിത്വം സ്ഥിതി ചെയ്യുന്നതായിരിക്കുന്ന അകത്തെ മനുഷ്യനിൽ വന്ന് നിറഞ്ഞപ്പോൾ, എന്നെ കവർ ചെയ്തപ്പോൾ, ഞാൻ അവനോട് കൂടെ മരിച്ചടക്കപ്പെട്ടതിന് സാദൃശ്യമായിരിക്കുന്ന സ്നാനം സ്വീകരിച്ചു എന്നാണ്. അപ്പം ഇതാണ് ശരിക്കും റോമാലേഖനം 6-ാം അധ്യായത്തിലെ സ്നാനത്തെക്കുറിച്ചൊക്കെ തോമസ് അറിയുന്ന ആളുകളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് അത് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ അവിടെ അധികം നിൽക്കുന്നില്ല. അപ്പം ഇവിടെ പൗലോസ് പറഞ്ഞു വരുന്ന കാര്യം എന്താ അറിയാമോ? നമ്മൾ 10-ാം വാക്യം വായിച്ച എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു പറഞ്ഞാൽ പരിപൂർണരായി എന്ന് തന്നെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പാപം കഴുകിക്കളയപ്പെട്ടവരായി തീർന്നു. സ്നാനത്തിലല്ല പാപം കഴുകപ്പെട്ടെ. സ്നാനം പാപം കഴുകാനുള്ള ഒരു നിഴലായ ചിത്രമായിരുന്നെങ്കിൽ ഇന്ന് യഥാർത്ഥമായിരിക്കുന്ന വിധത്തിൽ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നാം പാപം കഴുകപ്പെട്ടു, അഥവാ ക്രിസ്തുവിൻ്റെ രക്തത്തിനാൽ പാപം കഴുകപ്പെട്ടു. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്നപ്പോൾ നാം സ്നാനപ്പെട്ടു. നാം കൈകൊണ്ടുള്ള അല്ലാത്ത പരിച്ഛേദനയും ഏറ്റു. അങ്ങനെ ക്രിസ്തുവിൻ്റെ അനുഭവങ്ങൾക്ക് നമ്മൾ പങ്കാളികളായി. എങ്ങനെ? ക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും പുനരുദ്ധാനത്തോടും നാം പങ്കാളികളായി തീർന്നു എന്നവിടെ പറയുകയാണ്. ഇനി അതിൻ്റെ താഴേക്ക് പറയുകയാണ്, പിന്നെ എന്തെല്ലാം കാര്യത്തിലാണ് പൂർണ്ണത എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അതായത് ദൈവത്തിൽ നമ്മൾ പരിപൂർണരാണ്, ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരാണെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യത്തിലാണ് പരിപൂർണർ എന്ന് പറയുകയാണ്. ഇത് ഓരോന്നും നിങ്ങൾ എഴുതിയെടുക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കണം. ഓരോ പരിപൂർണതയും മനസ്സിലാക്കണം. നമ്മൾ പരിച്ഛേദനയേറ്റ് ആ കാര്യത്തിൽ ആ ദൈവ നിയമത്തിന് പരിപൂർണരായി. നമ്മൾ സ്നാനമേറ്റ് ആ കാര്യത്തിൽ നമ്മൾ പരിപൂർണരായി. നാം ക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും നമ്മൾ ഏകീഭവിച്ച് നമ്മൾ അതിലും പരിപൂർണരായി. യഥാർത്ഥത്തിൽ ശിക്ഷാവിധിയാണ് മരണം എന്ന് പറയുന്നത്. ആ ശിക്ഷാവിധി നമ്മളിൽ നിന്ന് നീങ്ങിപ്പോയി. എങ്ങനെ നീങ്ങിപ്പോയി? ക്രിസ്തുവിൻ്റെ മരണത്താൽ ശിക്ഷാവിധി എന്ന മരണം എന്നിൽ നിന്ന് നീങ്ങിപ്പോയി. നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. അതല്ലേ കൊലോസ്യലേഖനം ഇതിൻ്റെ തന്നെ 3-ാം അധ്യായം നോക്കിയേ. 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. അതായത് മരണം കഴിഞ്ഞു, അടക്കം കഴിഞ്ഞു, ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞു. നമ്മുടെ പൊസിഷൻ, നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് ഇന്ന് സ്വർഗത്തിലാണെന്നാണ്. നിത്യത നമ്മളിൽ ഇപ്പോഴേ ആരംഭിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ആകെ സംഭവിക്കാൻ, നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ളതായിരിക്കുന്ന ഒരു കടമ്പയുണ്ട്. ആ കടമ്പ എന്താണെന്നറിയാമോ? ഈ ശരീരം ഒന്ന് വിട്ടുപിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിത്യത നമ്മളിൽ ആരംഭിച്ച് കഴിഞ്ഞു. ഇനി ആ നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള കടമ്പ ഉള്ളത് ഈ ബോഡിയിൽ നിന്ന് വിട്ടുപിരിക്കുക എന്നുള്ളതാണ്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന കാര്യം ഓർക്കുന്നുണ്ടല്ലോ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ. വിട്ടുപിരിഞ്ഞാൽ ആ ക്ഷണം ക്രിസ്തുവിനോട് കൂടെയാണ്. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ഇരുത്തിയിരിക്കുന്നത് ക്രിസ്തുവിൽ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. അപ്പോൾ ഇനി ഒന്ന് ശരീരം അങ്ങ് കളഞ്ഞാൽ മതി അല്ലേ? എന്നാൽ നമ്മൾ ആരും ഒരിക്കലും നമ്മുടെ ശരീരം സ്വയമേ കളയണ്ട കേട്ടോ. ദൈവം നിശ്ചയിച്ച സമയത്ത് പോയിക്കോളും. നമുക്ക് മരണം തിരഞ്ഞെടുക്കാനായിട്ട് ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല, അധികാരം തന്നിട്ടില്ല. അതുകൊണ്ട് മരിച്ച് കർത്താവിനോട് പെട്ടെന്ന് സ്വയം മരിച്ച കർത്താവിൻ്റെ അടുക്കിലേക്ക് ചേരാമെന്ന് ആരും വിചാരിക്കേണ്ട. എന്നാണോ കർത്താവ് നമ്മളെ മരിക്കാൻ വിധേയപ്പെടുത്തുന്നതോ ആ ക്ഷണനേരം കൊണ്ട്, നിമിഷ നേരം കൊണ്ട് നാം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തും. കാരണം അവിടെ ഇന്നേ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്, നമ്മളുടെ ജീവൻ മരിച്ച് ക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിൽ നമ്മൾ എങ്ങനെ പരിപൂർണരായി എന്നുള്ളതിൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞു വരുന്നത്. എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യം 13-ാം വാക്യം. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അപ്പം എന്തെല്ലാം കാര്യം നടന്നു? മരിച്ചു, അടക്കപ്പെട്ടു, ജീവിപ്പിച്ചു, ഉയർത്തെഴുന്നേൽപ്പിച്ചു. പോരാത്തതിന് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പരിപൂർണരല്ലേ? അപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും പരിപൂർണരല്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും അനുസരണക്കേടിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ദുരാത്മാക്കളെ അനുസരിച്ച് പോകുന്നത്? നമ്മളെന്തിനാ വാവും ശബത്തും പെരുന്നാളും നോമ്പും നോക്കുന്നത്? നമ്മളെന്തിനാ ഉപവസിക്കുന്നത്? അതൊക്കെ താഴേക്ക് പറയുന്നുണ്ട്.
നമ്മുടെ പരിപൂർണതയിൽ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾക്കും നല്ല അനുഭവം ഉണ്ടാവും. പണ്ടൊക്കെ ആയിരുന്ന സഭകളിലൊക്കെ ആയിരുന്നപ്പോൾ അയ്യോ എല്ലാ വെള്ളിയാഴ്ച ഉപവാസം പോരാത്തതിന് പ്രത്യേക ഉപവാസ ക്രമങ്ങൾ. ഞാൻ ഈ കൊലോസ്യ ലേഖനം പഠിച്ചപ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നിപ്പോയത്. ഇതെല്ലാം ഒരു തരം സ്വേച്ഛാരാധനയാണെന്ന് പൗലോസ് പറഞ്ഞപ്പോഴാണ് എനിക്കിതിൻ്റെ പൊരുൾ മനസ്സിലായത്. സ്വേച്ഛാരാധന എന്ന് പറഞ്ഞാൽ സ്വയത്തെ ആരാധിക്കുക, നമ്മളെ തന്നെ നമ്മൾ ആരാധിക്കുന്ന, എന്നെ തന്നെ ഉപവാസത്തിലും നോമ്പിലും പട്ടിണി കിടത്തിയും ഒക്കെ ദണ്ഡിപ്പിക്കുന്നതിലൂടെ ഞാൻ എന്നെ തന്നെ ആരാധിക്കുന്നതാണ് സ്വേച്ഛാരാധന എന്ന് പൗലോസ് പറയുന്നത്. നോക്കിയാൽ അതിൻ്റെ 28-ാം വാക്യം, അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും. ഈ ഉപവാസം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഉപേക്ഷയല്ലേ? അതവിടെ പറയുന്നത്. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രം ഉള്ളതായിരിക്കുന്ന കാര്യങ്ങളാണെന്ന്. അയ്യോ, ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിലായി തീർന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമാണ്. നമ്മളെല്ലാത്തിലും പരിപൂർണരായി കഴിഞ്ഞു എന്നാണ്. നമ്മളുടെ സ്ഥാനം സ്വർഗത്തിലാണ്. നമ്മളിൽ ഇപ്പോഴേ നിത്യത ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഒന്ന് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിൻ്റെ കൂടെ ഇരുന്നാൽ മാത്രം മതി. എന്തൊരു വലിയ പ്രത്യാശയല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ പറയാം 13-ാം വാക്യം, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചു. ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അടുത്ത ന്യായപ്രമാണത്തിലേക്ക് വരികയാണ്. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന എന്ന് പറഞ്ഞ ന്യായപ്രമാണം. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചു. ന്യായപ്രമാണം നമ്മളെ സംബന്ധിച്ച് പൂർത്തീകരിക്കപ്പെട്ടു എന്ന്. എന്നിട്ട് ഇപ്പോഴും ന്യായപ്രമാണം ചെയ്യാനല്ലേ മനുഷ്യർക്ക് താല്പര്യം? ഓരോരുത്തരും വാദിക്കുന്ന കേട്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ ഓരോരുത്തരുടെ വാദങ്ങളൊക്കെ കേട്ടപ്പോൾ തമാശ തോന്നി. ക്രിസ്തു ക്രൂശിൽ മരിച്ചു, ഇപ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി എന്നൊക്കെ ശരിയാണെങ്കിലും ഇനി നമുക്ക് പലതും നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കർത്താവ് കൽപ്പിച്ച പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇതെല്ലാം ചെയ്തെങ്കിലേ നമുക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ? സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ. ക്രിസ്തുവിൻ്റെ കാര്യം ക്രിസ്തുവിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. ആ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ. ഇനി നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ള കുറേ സൽപ്രവൃത്തികളുണ്ട്, കുറേ ഗുണീകരണ പ്രവൃത്തികളുണ്ട്, സ്നാനം, ഉപവാസം മുതലായ കുറേ കഠിന അധ്വാനങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഭാഗത്തു നിന്നാണ് ആൾക്കാർ പറയുന്നത്. അയ്യോ, പൗലോസ് ഇവിടെ പറയുന്നത് എന്താ? നിങ്ങൾ അവനിൽ പരിപൂർണരായി കഴിഞ്ഞു എന്നർത്ഥം പറഞ്ഞത്. വെറുതെ പറഞ്ഞല്ല, നമ്മൾ പരിപൂർണരായി കഴിഞ്ഞു. അപ്പം ഇവിടെ പറയാം, നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളെല്ലാം. ഈ ന്യായപ്രമാണം സ്നാനം എവിടുന്ന വന്നേ? അറിയാമല്ലോ അല്ലേ? നിങ്ങളതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടല്ലോ. സ്നാനം വന്ന ന്യായപ്രമാണത്തിൽ നിന്നാണ്. ഈ ന്യായപ്രമാണത്തിൻ്റെ എല്ലാ നിയമങ്ങൾക്കും എന്തെല്ലാം നിയമം ഉണ്ടെങ്കിലും ആ നിയമങ്ങൾക്കെല്ലാം നമ്മൾ അതീതരായി തീർന്നു. അത് ക്രൂശിൽ തറച്ചു. ക്രിസ്തു നമ്മുടെ നടുവിൽ നിന്ന് അതിനെ നീക്കിക്കളഞ്ഞു. അതുകൊണ്ട് ദിവസങ്ങളെയോ ആണ്ടുകളെയോ മാസങ്ങളെയോ ഒന്നും നമുക്ക് ആചരിക്കേണ്ട ആവശ്യമില്ല. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ മാസങ്ങളും ആണ്ടുകളും ദിവസങ്ങളും ആചരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് എഴുതിയത് വെറുതെ ആയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഗലാത്യ ലേഖനത്തിൽ പറയുകയാണ്. നിങ്ങൾ മാസങ്ങളും ആണ്ടുകളും കാലങ്ങളും ആചരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് എഴുതിയത് വെറുതെ ആയിപ്പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഗലാത്യരോട് പറയുന്നുണ്ട്. ഇവിടെ ഇനി ന്യായപ്രമാണത്തിൻ്റെ ചട്ടവട്ടങ്ങളും ക്രമങ്ങളും രീതികളും അതിൻ്റെ ഉപദേശങ്ങളും അല്ലെങ്കിൽ തത്വജ്ഞാനത്തിൻ്റെ, അതായത് ദിവസങ്ങൾ, വിശേഷ ദിവസങ്ങൾ, വിശേഷ സമയങ്ങൾ, ഇതൊന്നും നമുക്കില്ല. ഈ നമ്മളെ സംബന്ധിച്ച് നിയമം എന്ന് പറയുന്നതായിരിക്കുന്നത് പരിപൂർണമായിട്ടും ക്രിസ്തുവിൽ അവസാനിച്ചു. ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നമ്മളിന്ന് ക്രിസ്തുവിൽ പരിപൂർണരാണ്. എത്ര ആശ്വാസമല്ലേ, എത്ര ആശ്വാസം. മുട്ടിലെഴയണ്ട, ശയനപ്രദക്ഷിണം നടത്തണ്ട,
നിങ്ങൾ പട്ടിണിയിട്ട് നിങ്ങളുടെ ശരീരത്തെ ദ്രോഹിക്കണ്ട. നിങ്ങൾ പിന്നെ തലമുടി വെച്ച് പറയ്ക്കണ്ട. നിങ്ങൾ പ്രത്യേക ദിവസങ്ങളെ മാനിച്ച് പ്രത്യേക കാര്യങ്ങൾ ചെയ്യണ്ട. ഞാനിത് പറയുന്നത് എന്താണെന്നറിയാമോ? ക്രിസ്തു ദൈവത്തിൽ പൂർണ്ണനാണ്, നാം ക്രിസ്തുവിൽ പരിപൂർണരാണ്. നമ്മളിൽ ഇതെല്ലാം നിവൃത്തിയായി എന്നവിടെ പറയുന്നത്. അതാണ് അവിടെ പറഞ്ഞത്, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചു. കൈയെഴുത്ത് പറഞ്ഞാൽ ന്യായപ്രമാണം മായിച്ചു, ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. 15-ാം വാക്യം ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. 15-ാം വാക്യം, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. എന്താ വാഴ്ചകളും അധികാരങ്ങളും? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നല്ലോ. നിങ്ങൾക്ക് തിരിച്ചു പറയാൻ എന്താണ് എല്ലാവരുടെയും പിന്നെ മൈക്ക് മ്യൂട്ടാണെന്ന് എനിക്കറിയാം, തുറക്കണ്ട. വാഴ്ചകളും അധികാരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഞാനത് പറഞ്ഞല്ലോ. നമ്മൾ എല്ലാ വാഴ്ചയ്ക്കും അധികാരങ്ങൾക്കും തലയായ അവനിൽ നമ്മൾ പരിപൂർണരായി എന്ന് പറഞ്ഞാൽ വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സാത്താനും അവൻ്റെ സൈന്യങ്ങളുമാണ്. അവരാണ് ഇന്ന് ലോകത്തെ വാഴുന്നത്. അവരുടെ സൈന്യങ്ങളാണ്, അവൻ്റെ സൈന്യങ്ങളാണ്, അവൻ്റെ ശുശ്രൂഷകന്മാരാണ് ലോക നേതാക്കന്മാരെ നയിക്കുന്നത്. വാഴ്ചകളും അധികാരങ്ങളും അവൻ്റെ കയ്യിലാണ് ഇന്നിരിക്കുന്നത്. ഇവിടെ എന്നിട്ട് പറയാണ്, 15-ാം വാക്യത്തിൽ പറയാണ്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു എന്ന്. എങ്ങനെ ആയുധവർഗം വെപ്പിച്ചേ? ഈ സാത്താൻ്റെ ആയുധവർഗം എന്തായിരുന്നു? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സാത്താൻ്റെ ആയുധവർഗം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അതിന് തൊട്ട് മേലത്തെ വാക്യം, 14-ാമത്തെ വാക്യം, സാത്താൻ്റെ ആയുധവർഗം മനസ്സിലാവും. എന്തുവാ? അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത്, അഥവാ ന്യായപ്രമാണം. ഈ ന്യായപ്രമാണം എങ്ങനെയാണ് സാത്താൻ്റെ ആയുധമാകുന്നത്? ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി, ശ്രദ്ധിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ന്യായപ്രമാണം സാത്താൻ്റെ ആയുധമാകുന്നത് എങ്ങനെയാണ്? നിയമം എവിടെയുണ്ടോ അവിടെയല്ലേ നിയമലംഘനമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ന്യായപ്രമാണത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമത്തെ ലംഘിക്കുമ്പോഴാണ് നാം കുറ്റക്കാരാകുന്നത്. ആ കുറ്റക്കാരനെ കുറ്റം ചുമത്തുകയാണ് സാത്താൻ്റെ പരിപാടി. നിയമം ഉണ്ടെങ്കിൽ നിയമം ലംഘിക്കാൻ തക്കവണ്ണം മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് സാത്താനാണ്. ഉദാഹരണത്തിന്, ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലെങ്കിലോ, ഞാൻ ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം. കൊല ചെയ്യരുത് എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. എന്നിട്ട് മനുഷ്യനെയും കൊണ്ട് കൊലപാതകം ചെയ്യിപ്പിക്കുന്നത് ആരാ? സാത്താൻ. അപ്പോൾ സാത്താൻ്റെ ആയുധം എന്താ? ഇത് തന്നെ ആയുധം. എന്താണോ നിയമം, ആ നിയമങ്ങളാണ് അവൻ്റെ ആയുധം. നിയമമില്ലെങ്കിൽ പിന്നെ സാത്താൻ ആയുധമുണ്ടോ? ന്യായപ്രമാണം നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞെങ്കിൽ, കുരിശിൽ തറച്ച് ന്യായപ്രമാണം നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞെങ്കിൽ മനസ്സിലാക്കുക, പിന്നെ സാത്താന് നമ്മുടെ മേൽ പ്രയോഗിക്കാൻ ആയുധമില്ല. നിയമമുണ്ടെങ്കിലല്ലേ നിയമത്തിൻ്റെ മുമ്പിൽ തോറ്റ് കഴിയുമ്പോൾ കണ്ടില്ലേ നിന്റെ ദാസൻ, കണ്ടില്ലേ നിന്റെ ദാസി, അവൾ ചെയ്യുന്നുണ്ടോ, അവൻ ചെയ്യുന്നുണ്ടോ, നിന്റെ മക്കളാന്ന് പറയുകയും ചെയ്യും, കണ്ടില്ലേ അവർ കാട്ടിക്കൂട്ടണം കണ്ടില്ലേ എന്ന് ചോദിക്കും. അവർ നിയമത്തെ ലംഘിച്ചത് കണ്ടോ, ന്യായപ്രമാണത്തെ ലംഘിച്ചത് കണ്ടോ എന്ന് ചോദിക്കും. ഇവൻ്റെ പരിപാടി ഇതാ, കുറ്റം ചുമത്തുക, ആരോപണം ചുമത്തുക. ഇവൻ തന്നെ ഇത് ചെയ്യിക്കുന്നത്. നിയമത്തിനെതിരെ മനുഷ്യനെ മത്സരിപ്പിക്കുന്നതും നിയമത്തിനെതിരെ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നതും ഇവൻ തന്നെയാണ് ഇവൻ ചെയ്യിക്കുന്നത്. എന്നിട്ട് അവൻ തന്നെ ആ അവൻ്റെ ആയുധവർഗം അതാണ്. എന്നിട്ട് അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അത് നേരെ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ കുറ്റാരോപണമായിട്ട് കൊണ്ടെത്തിച്ചിട്ട് പറയും, കണ്ടില്ലേ അവൻ ചെയ്തത് കണ്ടോ, അവനാണോ നിന്റെ മകൻ എന്ന് ചോദിക്കും. ഇവിടെ പറയുകയാണ്, പിന്നെ എന്താണ് 15-ാം വാക്യത്തിൽ പറയണം, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. സാത്താൻ്റെ ആയുധവർഗം നിയമമാണ്, ന്യായപ്രമാണമാണ്, കൈയെഴുത്താണ്. ആ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശിൽ സാത്താൻ്റെ തല തകർത്തു എന്നൊക്കെ ഓരോരുത്തർ പ്രസംഗിക്കാറുണ്ട്. എവിടെയാ തകർത്തോ? നിങ്ങൾ ആലോചിച്ച് ചോദിക്കുക, ക്രൂശിൽ എവിടെയാണ് സാത്താൻ്റെ തല തകർത്ത്? ഇന്നും അവൻ പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്ന മാതിരി അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്നറിയാതെ ചുറ്റി സഞ്ചരിക്കുകയല്ലേ. അപ്പോൾ ക്രൂശിൽ തല തകർന്നെങ്കിൽ പിന്നെ അവൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. തല തകരും, തകർക്കും കർത്താവ്, ഒരു സംശയമില്ല.
നീ അവൻ്റെ കുതികാൽ തകർക്കും, നീ അവൻ്റെ തല തകർക്കും എന്ന് എഴുതിയിരിക്കുന്നത് നിവൃത്തിയാകും. അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. സാത്താൻ്റെ തല തകർക്കാനിരിക്കുന്നതേ ഉള്ളൂ. അവനെ എന്നേക്കുമുള്ള നിത്യദണ്ഡനത്തിലേക്ക് തള്ളുമ്പോഴാണ് അവൻ്റെ തല തകരുന്നത്. അതുവരെ അവൻ്റെ തലയൊന്നും തകർന്നിട്ടില്ല. പിന്നെ കുരിശിൽ എങ്ങനെയാണ് കർത്താവ് ജയം വരിച്ചതെന്ന് ചോദിച്ചാൽ, കുരിശിൽ കർത്താവ് അവൻ്റെ ആയുധവർഗത്തിൻ്റെ മൊന ഒടിച്ചു കളഞ്ഞു. അവൻ്റെ ആയുധവർഗത്തിൻ്റെ മൂർച്ച കളഞ്ഞു. ഏതായിരുന്നു ആയുധം? മനസ്സിലായല്ലോ? ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തെ കുരിശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞതിലൂടെ സാത്താൻ്റെ ആയുധവർഗം വെപ്പിച്ച് കളഞ്ഞു. അതാണ് അവിടെ വായിക്കുന്നത്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. സാത്താന് പോലും അറിയില്ലായിരുന്നു കേട്ടോ ഈ ക്രൂശ് മരണം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ ആയുധവർഗത്തിൻ്റെ വായ്ത്തല പൊട്ടിച്ച് കളയുന്നതാണെന്ന് അവൻ അറിയില്ലായിരുന്നു. അവൻ അബദ്ധത്തിൽ ചെയ്തു പോയതാ ക്രൂശ്. അതായത് അബദ്ധത്തിൽ ഞാൻ പറഞ്ഞാൽ ദൈവത്തിന് തന്നെ നേരത്തെ അറിയാം. എന്നാൽ ഇവൻ വിചാരിച്ചു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച് കൊന്നു കളഞ്ഞാൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കൊന്നു കളഞ്ഞാൽ ഇവൻ്റെ ശത്രു അവസാനിച്ചു, പിന്നെ ഇവന് ആധിപത്യം പുലർത്താം എന്നവൻ വിചാരിച്ചു. പക്ഷെ സംഭവിച്ചത് വേറൊന്നാ. ക്രൂശിൽ നമ്മുടെ കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അതിലൂടെ, ആ ചൊരിഞ്ഞ രക്തത്തിലൂടെ ഒരു വലിയൊരു ജനസമൂഹം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയായി തീരുവാൻ ഇടവന്നു കഴിഞ്ഞപ്പോഴാണ് ഇവനും അബദ്ധം മനസ്സിലായത്. പറ്റിച്ചല്ലോ പരിപാടി, ചെയ്തത് പാഴായിപ്പോയല്ലോ എന്ന് മനസ്സിലായത്. അപ്പോൾ സംഭവിച്ച കാര്യം ഇതാണ്. അങ്ങനെ ഈ സാത്താനെയും അവരുടെ സൈന്യങ്ങളുടെയും ന്യായപ്രമാണം എന്ന, അല്ലെങ്കിൽ കൽപ്പനകളെന്ന ആയുധവർഗം തെറിപ്പിച്ച് കളഞ്ഞു. അത് വെപ്പിച്ചു, അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. എന്നിട്ട് 16-ാം വാക്യം, നമ്മൾ പരിപൂർണരായില്ലേ? അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് പറയാൻ. 10-ാം വാക്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ താഴേക്കുള്ള വാക്യങ്ങളൊക്കെ വായിക്കാനും പഠിക്കാനും. 10-ാം വാക്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പരിപൂർണത എങ്ങനെയാണ് നമുക്ക് കൈവന്നത് എന്നാണ് അതിൻ്റെ താഴേക്കുള്ളതായിരിക്കുന്ന ഓരോ വാക്യങ്ങളിലും പറയുന്നത്. എങ്ങനെ ഈ പരിപൂർണത കൈവന്നത്? എന്നിട്ട് ഒരേ കാര്യം പറഞ്ഞു. പരിച്ഛേദനയേറ്റു, സ്നാനമേറ്റു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു. മാത്രമല്ല നമുക്ക് വിരോധവും പ്രതികൂലവും വരുന്ന കയ്യെഴുത്ത്, അതായത് ന്യായപ്രമാണം നമ്മെ സംബന്ധിച്ച് തീർന്നുപോയി, അത് നീക്കിക്കളഞ്ഞു കുരിശിൽ തറച്ച്. അങ്ങനെ സാത്താൻ്റെ ആയുധവർഗവും വെപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് 16-ാം വാക്യത്തിൽ പിന്നെ അതിൻ്റെ തുടർച്ച പറയുകയാണ്. നമ്മുടെ ആ പരിപൂർണതയുടെ തുടർച്ച 16-ാം വാക്യത്തിൽ പറയുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായതുകൊണ്ട്, ഇപ്പം മനസ്സിലായോ? അതൊന്ന് ചേർത്ത് വായിച്ച്. ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായതുകൊണ്ട്, അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. അതായത് എന്ത് തിന്നണം, എന്ത് കുടിക്കണം, അയ്യോ അത് ഞങ്ങൾക്ക് തിന്നാൻ പാടില്ല, ഇത് ഞങ്ങൾക്ക് തിന്നാൻ പാടില്ല, അയ്യോ അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, ഇതൊന്നും എന്ന് നമുക്കുള്ളതല്ല കേട്ടോ. ചിന്തിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ശരീരത്തിന് ദോഷമില്ല, നല്ലതാണെന്ന് തോന്നുന്ന ഏത് വസ്തുവും നിങ്ങൾക്ക് ഭക്ഷിക്കാം. ഏത് വസ്തുവും. ഇത് ആർക്കാ എഴുതുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ അത്ഭുതം മനസ്സിലാവുള്ളൂ. ഈ കൊലോസിയയിലെ വിശ്വാസികളിൽ കുറേ പേര് യഹൂദന്മാരുണ്ട്. യഹൂദന്മാർ പന്നിയിറച്ചി എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് അടുക്കുമോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ യഹൂദന്മാരും യവനന്മാരും അല്ലെങ്കിൽ ജാതികളും കൂടി ചേർന്നതാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. ഈ ശരീരമാകുന്ന സഭയോട് പറയാണ്, അതുകൊണ്ടിനി ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്, ഒരു കാര്യത്തിലും വിധിക്കരുത്. എന്തൊരു അത്ഭുതമാണെന്ന് നോക്കിയേ. അതുകൊണ്ട് നമുക്ക് തിന്നാൻ പാടില്ലാത്ത ഒന്നുമില്ല കേട്ടോ. അങ്ങാടിയിൽ വിൽക്കുന്നത് എന്താണെങ്കിലും ഒന്നും അന്വേഷിക്കാതെ വാങ്ങി തിന്നുവിൻ എന്ന് പൗലോസ് പറഞ്ഞ് ഓർക്കുന്നില്ലേ? അങ്ങാടിയിൽ ചിലപ്പോൾ ക്ഷേത്രത്തിൽ നിവേദിച്ചായിരിക്കുന്ന നിവേദ്യ വസ്തുക്കൾ, അതായത് ചിലപ്പം പായസം പോലെയുള്ളായിരിക്കുന്ന നിവേദ്യ വസ്തുക്കൾ വരെ അങ്ങാടിയിൽ വിൽക്കുന്നുണ്ടാകാം. നിങ്ങളതൊന്നും അന്വേഷിക്കേണ്ട, വാങ്ങി തിന്നോളാനാണ് പറഞ്ഞത്. വിഗ്രഹം ഏതുമില്ല, വിഗ്രഹാർപ്പിതവും ഒന്നുമില്ല.
സ്തോത്രത്തോടെ ഭക്ഷിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല. ഇതൊക്കെ യഹൂദന്മാരും കൂടെ നിൽക്കുന്ന ഒരു സഭയോടാണ് പറയുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും നമുക്കിനി അങ്ങനെ വിശേഷ ദിവസങ്ങളില്ല. ചില വസ്തുക്കളെ തിന്നാൻ പാടുള്ളൂ, ചില തിന്നാൻ പാടില്ല, അങ്ങനെയില്ല. ഏത് നമുക്ക് സ്തോത്രത്തോടെ ദൈവം തന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. അപ്പം ക്രിസ്തുവിൽ പരിപൂർണരായതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ഇതെല്ലാം വരാനിരുന്നവയുടെ ഒരു നിഴൽ മാത്രമായിരുന്നു. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ക്രിസ്തുവിനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ദോഷം ചെയ്യാത്തത് നമുക്ക് കഴിക്കാം. ദേഹം ക്രിസ്തുവിൻ്റെയാണ്. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. നമ്മുടെ ശരീരം ക്രിസ്തുവിൻ്റെ മന്ദിരമാണ്, അല്ലേ? തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നില്ല, കുരിന്ത്യലേഖനത്തിൽ നമ്മുടെ ശരീരം ക്രിസ്തുവിൻ്റെ ദേവാലയമാണ്. അപ്പോൾ ആ ദേവാലയത്തിന് യോഗ്യമായിരിക്കുന്ന വിധത്തിൽ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുക. അല്ലാതെ തീറ്റയും കുടിയും ഒന്നല്ല ഇവിടുത്തെ വിഷയം. പൗലോസ് പറയാണ് 18-ാം വാക്യം, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. എന്താ പറഞ്ഞ? താഴ്മയിലും. എന്താ താഴ്മയിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അല്ലേ? സ്വയം നമ്മളെ തന്നെ താഴ്ത്തുന്നതിൽ ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിൻ്റെ ഒരു വിശ്വാസം എന്താ അറിയാമോ? എന്തുമാത്രം സ്വയം ദണ്ഡിപ്പിക്കാൻ കഴിയുമോ അത്രയും സ്വയം വേദനിപ്പിക്കുമ്പോൾ ദൈവത്തിന് എന്നിൽ സന്തോഷമാകും. കാരണം ദൈവത്തിന് നിരക്കാത്ത അല്ലെങ്കിൽ ദൈവത്തോട് നീതി പുലർത്താത്ത ഒരു ഭാഗമാണ് എൻ്റെ ജഡശരീരം. അതുകൊണ്ട് എൻ്റെ ജഡശരീരത്തെ ഞാൻ ദണ്ഡിപ്പിക്കണം. ഇതെല്ലാ മതങ്ങളിലെയും വിശ്വാസമല്ലേ? നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലേക്ക് പല ചിത്രം വരുന്നുണ്ടാവും, അല്ലേ? എല്ലാ മതങ്ങളിലെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ തീർത്ഥാടനത്തിന് പോകുന്നവർ എത്ര നൂറുകണക്കിന് കിലോമീറ്റർ ചെരുപ്പിടാത്ത കാലും കൊണ്ട് നടന്നിട്ടാണ് പോകുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ എവിടെ പോകുന്നതെന്നൊന്നും എടുത്തു പറയുന്നില്ല, കാരണം നാളെ ഈ വീഡിയോ യൂട്യൂബിൽ വരേണ്ടതാണ്. ഇപ്പം നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. നിങ്ങൾക്കതറിയാമല്ലോ ഇപ്പോൾ തന്നെ. എത്ര കിലോമീറ്റർ, എത്ര ദിവസങ്ങളാണ് ചെരുപ്പും പോലും ഇടാതെ കല്ലും മുള്ളും ചവിട്ടി നടന്ന് ദണ്ഡിപ്പിക്കുന്നതെന്നറിയാമോ? എത്ര തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കാണ് മനുഷ്യൻ കഷ്ടപ്പെട്ട് പോകുന്നതെന്നറിയാമോ? ഒന്നും വേണ്ട, ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവർ പോലും വലിയ ഭാരമുള്ള കുരിശ്, കർത്താവ് കൊണ്ട് ചുമന്നതിനേക്കാളും വലിയ കുരിശാന്ന് തോന്നണേ. ആ കുരിശ് ചുമന്ന് മല കയറുന്ന നടത്തില്ലേ ദുഃഖ വെള്ളിയാഴ്ചകളിലും മറ്റുമൊക്കെ. അത് വേണ്ട, നിങ്ങൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയി നോക്കിയേ. അയ്യോ, ക്ഷേത്രത്തിന് ചുറ്റും കിടന്ന് ഉരുണ്ട് നേർച്ചയാണ്. ഉരുണ്ട് കല്ലേ കൂടെ മിറ്റത്ത് നിരത്തിയിട്ടിരിക്കുന്ന മിറ്റിലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കിടന്ന് ഉരുളുക. മനുഷ്യൻ എന്താ വിചാരിച്ചതെന്നറിയാമോ? എൻ്റെ ശരീരമാണ് എൻ്റെ ദൈവത്തോട് കുറ്റക്കാരൻ. അപ്പോൾ എൻ്റെ ശരീരത്തെ എത്ര ദണ്ഡിപ്പിക്കാൻ കഴിയുമോ അതാണ് ദൈവത്തിന് പ്രസാദമുള്ള കാര്യം. നിങ്ങൾക്ക് തമിഴ്നാട്ടിലെയും ആന്ധ്ര, തമിഴ്നാട്, കർണാടക ഈ ഭാഗങ്ങളിലൊക്കെ ചില ആരാധന രീതികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. അവിടെയൊക്കെ ഈ പറവക്കാവടിയൊക്കെ ഉണ്ട്. പറവക്കാവടി കണ്ടിട്ടുണ്ടാവുമല്ലോ. ശരീരത്തിൻ്റെ തോലിനകത്ത് കമ്പി കുത്തിയിറക്കി കമ്പിയിൽ തൂക്കിയിട്ട് പറവകളെ പോലെ ഇങ്ങനെ കയ്യും കാലും എല്ലാം തൂക്കിയിട്ട് ഇങ്ങനെ കൊണ്ടു കിടക്കുന്ന രീതി. പിന്നെ ചിലർ കാണാൻ പാടില്ലേ, നാവിൽ ശൂലം കുത്തി ഇറക്കിയിട്ട് ആ കമ്പിയുടെ താഴെ മുകളിലും ഒരേ ചെറുനാരങ്ങ കുത്തി ചേർന്ന് നാവിലും കവിളിലുമൊക്കെ കണ്ടിട്ടില്ലേ? ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്താ കാരണം? ഈ ലോകത്തിലെ എല്ലാ മതങ്ങൾക്കും, ക്രിസ്തുമതം അടക്കം ഞാൻ പറയുന്നത്, ക്രിസ്തുമതമടക്കം എല്ലാ മതങ്ങളും വിചാരിക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ദണ്ഡനമാണ് എൻ്റെ ദൈവത്തിന് ഇഷ്ടം. ഇവിടെ പൗലോസ് പറയാണ്, ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തെ അനാവശ്യമായി ദണ്ഡിപ്പിക്കരുത്. നമ്മുടെ ശരീരത്തെ അനാവശ്യമായി പട്ടിണിയിടരുത്. നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇത് കർത്താവിൻ്റെ ശരീരം, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം കർത്താവിൻ്റെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇത് താഴ്മയാണ്.
ഞാൻ എന്നെ തന്നെ താഴ്ത്തുമ്പോൾ ദൈവം എന്നിൽ പ്രസാദിക്കുന്നു എന്ന വിഡ്ഢിത്തരം, മഹാവിഡ്ഢിത്തരം എന്ന് ഞാൻ പറയും. ക്രിസ്തുവിൽ നമ്മളിന്ന് പരിപൂർണരാണ്. അതുകൊണ്ട് നമ്മളെ താഴ്ത്തുന്നതിലൊന്നും ദൈവം പ്രസാദിക്കുകയില്ല. അതാണ് ഇവിടെ പറയുന്നത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നില്ല. ഈ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ ദുരാത്മ സേനകളെയാണ് ഇവിടെ ദൂതന്മാർ എന്ന് പറഞ്ഞത്, അല്ലാതെ ദൈവദൂതന്മാരെ ആരാധിക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്. ഈ എല്ലാ മനുഷ്യനെയും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ചെയ്തതായിരിക്കുന്ന ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആരാധന രീതികൾ ഒരു തരം പൈശാചിക ദൂത ആരാധനയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞുതരാം. ഈ ലക്ഷണം പറയുന്നവർ, കൈനോട്ടക്കാർ, മറ്റ് മുഖലക്ഷണം, അങ്ങനെ പലതുമുണ്ട്. മഷിനോട്ടക്കാർ, ഇവർക്കൊക്കെ ഏതെങ്കിലുമൊക്കെ പൈശാചിക ശക്തികളുടെ ഒരു പിൻബലമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടത്? അവരാരാധിക്കുന്നത് അവരുടെ ചില മൂർത്തികളെയാണ്, ചില ദേവതകളെയാണ്. അതിനെയാണ് ഇവിടെ പറയുന്നത് ദൂതാരാധന എന്ന് പറയുന്നത്. ദൂതാരാധന താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച്, അങ്ങനെയല്ല വായിച്ചേ, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും എന്ന് പറഞ്ഞാൽ എൻ്റെ മനസാക്ഷിയിൽ, സ്വന്തം ദർശനം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എനിക്ക് നല്ലത് എന്ന് തോന്നുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിന് പ്രസാദം വരുത്തുക. ഇതാ സ്വന്തം ദർശനം എന്ന് പറയുന്നത്. എൻ്റെ മനസാക്ഷിയിൽ എന്താണോ നല്ലതെന്ന് തോന്നുന്നത് അത് ചെയ്താൽ ദൈവത്തിന് എന്നിൽ പ്രസാദമാകുമെന്നുള്ള തീരുമാനം. ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു തീരുമാനങ്ങൾക്ക് ഇവിടെ ഒരു പ്രശസ്തിയില്ല. നമ്മളെല്ലാവരും ഇവിടെ ക്രിസ്തുവിലാണ് പരിപൂർണരായിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഇഷ്ടം മാത്രമാണ് നമ്മുടെ പൂർണ്ണതയ്ക്ക് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയാണ് ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും. ആ പറയുന്ന പോയിൻ്റൊക്കെ മനസ്സിലാവുന്നുണ്ടോ? തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും. അയ്യോ, ഞാൻ 21 ദിവസം ഉപവസിച്ചു, അയ്യോ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ നിറഞ്ഞു. എൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയല്ലേ. 40 ദിവസം ഉപവസിക്കുന്ന പാസ്റ്റർമാരൊക്കെ ഉണ്ട്, 40 ദിവസം. എന്നിട്ട് എന്തോ ഒരു ദിവ്യശക്തി നേടിയെന്ന് അവരുടെ വിചാരം. വിവരക്കേടെന്നല്ലാതെ ഒന്നും പറയാനില്ല. ഞാനത് പച്ചയായിട്ട് പറയും. എൻ്റെ പൊന്നെ, നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒരു ദിവസം പോലും ഉപവസിക്കരുത്, ഒരു ദിവസം പോലും. അപ്പം അതിനെക്കുറിച്ച് ഇവിടെ പറയാണ്, തൻ്റെ ജഡ മനസ്സിനാൽ വെറുതെ ചീർക്കുകയാണ്, വെറുതെ ചീർക്കുക. ഞാൻ എൻ്റെ ജഡത്തിൽ അങ്ങനെ ചെയ്തതുകൊണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയതുകൊണ്ട് എൻ്റെ കർത്താവിന് എന്നോട് ഭയങ്കര ഇഷ്ടമാകും, ഭയങ്കര ഇഷ്ടമാകും. ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. ക്രിസ്തുവിന് അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ താഴ്മയും ശിക്ഷണമൊന്നും അല്ല ക്രിസ്തുവിന് ഇഷ്ടം. നമ്മുടെ ശരീരത്തെ ക്രിസ്തുവിനുള്ളതാകൊണ്ട് അതിനെ പരിശുദ്ധിയോടെ സൂക്ഷിക്കുന്നതാണ് ക്രിസ്തുവിന് ഇഷ്ടം. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക. തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. തലയെ മുറുകെ പിടിക്കാതെ, ഈ ശരീരത്തിനെ കൊണ്ട് വെറുതെ ചീർത്ത് സ്വയപ്രശംസ, അതുപോലെ തന്നെ താഴ്മ, സ്വന്തം ദർശനങ്ങൾ, ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുന്ന ഇങ്ങനെ ചെയ്യുന്നവരാരും നിങ്ങളെ തെറ്റിക്കരുത്, തെറ്റിച്ച് കളയരുത്. നിങ്ങൾ കൊലോസ്യ വിശ്വാസികളെ, നിങ്ങൾ ആ വിധത്തിൽ അവരുടെ വഞ്ചനയിൽ പെട്ടുപോകരുത്. നിങ്ങൾ തത്വജ്ഞാനങ്ങളിലും ന്യായപ്രമാണത്തിൻ്റെ ഉപദേശങ്ങളിലും പെട്ട് വലഞ്ഞു പോകരുത്. നിങ്ങൾ അതിനുള്ളവരല്ല. അവിടെ പറയണം, തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവനാരും. തലയെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ തല ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ഭരണത്തിന് കീഴിൽ എൻ്റെ ജീവിതമാക്കി തീർക്കുക എന്നർത്ഥം. തലയായ ക്രിസ്തുവിന് കീഴ്പ്പെട്ട് നമ്മൾ, ശരീരമായിരിക്കുന്ന നമ്മൾ, ആ തലയോട് വിധേയപ്പെട്ട് ജീവിക്കുന്നതാണ് ക്രിസ്തുവിന് പ്രസാദം. തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ പുറമേയുള്ളവർ, ഈ തത്വജ്ഞാനികളും ന്യായപ്രമാണവാദികളും, അവരാരും ക്രിസ്തുവിനെ അഥവാ തലയെ മുറുകെ പിടിക്കുന്നവരല്ല. അവരാരും നിങ്ങളെ തെറ്റിച്ച് കളയരുത് എന്ന് പറയുകയാണ്. അപ്പം നമ്മളിന്ന് ക്രിസ്തുവിൽ അത്രത്തോളം പരിപൂർണരാണ്. എന്നിട്ട് 19-ാം വാക്യം പറയാണ്,
തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. തലയായവനിൽ നിന്നല്ലേ ശരീരത്തിൻ്റെ വളർച്ച, അല്ലേ? നിങ്ങൾ നോക്കിയേ, ഒരു ചെറിയ നമ്മുടെ ഒരു ചെറുവിരൽ അനക്കണമെങ്കിൽ പോലും എൻ്റെ തലച്ചോറിൽ നിന്ന് നിർദ്ദേശം വേണം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഓരോ വാക്കുകളും എൻ്റെ തലച്ചോറിന് നിയന്ത്രണത്തിനപ്പുറത്തേക്ക് വരുന്നത്. എൻ്റെ ശരീരത്തിൻ്റെ ഓരോ ചലനങ്ങളും തലയിൽ നിന്നാണ് സംഭവിക്കുന്നത്. തലയിൽ നിന്ന് താഴേക്ക് വരുന്നതായിരിക്കുന്ന ആ സുഷ്മനാ നാഡി, അതിലൂടെ ഈ ശരീരത്തെ മുഴുവൻ ചലിപ്പിക്കുക. ആ സുഷ്മനാ നാഡിക്ക് കേടുപറ്റിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അവൻ പിന്നെ ജീവിതകാലത്ത് ചലിക്കില്ല. അവൻ വെട്ടിയിട്ട വാഴത്തട പോലെ ഒരേ കിടപ്പ് കിടക്കും. എന്ന് പറഞ്ഞതുപോലെ ശരീരമായിരിക്കുന്ന നാം ക്രിസ്തുവാകുന്ന ശിരസിൻ്റെ അധികാരത്തിന് വിധേയപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക. അവിടെ നമ്മൾ പരിപൂർണരായിരിക്കും, ഒരു സംശയവുമില്ല. നമുക്ക് പുതുതായിട്ട് വേറെ ഒന്നും ഈ ലോകത്തിൻ്റെ ഒരു തത്വജ്ഞാനവും വഞ്ചനയും നമ്മൾ നേടണ്ട. ഈ ലോകത്തിൻ്റെ ഒരു ഉപദേശവും നമ്മൾ നേടണ്ട. പൗലോസ് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരാണ്. അപ്പോൾ എന്തിലൊക്കെയാണ് നമ്മൾ പരിപൂർണരെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ തലയായവനിൽ നിന്നാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. ഓരോരുത്തരും ക്രിസ്തുവിൽ വളരുന്നത് തലയിൽ നിന്നുള്ളായിരിക്കുന്ന ആ ഊർജം കൈക്കൊണ്ടുകൊണ്ടാണ്. ഇപ്പം നമ്മൾ തന്നെ ഇത്രയും പേരുണ്ട്, പലർക്കും ദൈവികമായിരിക്കുന്ന വളർച്ചയിൽ പല വ്യത്യാസങ്ങളും കാണും. എല്ലാവരും ഒരുപോലെയല്ല, പലർക്കും പല വ്യത്യാസങ്ങളും കാണും, അല്ലേ? എന്ന് പറഞ്ഞാൽ ചിലർക്ക് ദൈവത്തോട് വളരെ പ്രിയമുള്ളവരുണ്ട്, ചിലർക്ക് അത്രത്തോളം ഇല്ല. എന്നെ ഇന്നും കൂടെ ഒരു സഹോദരൻ ഇന്നലെ ഒരു സഹോദരൻ വിളിച്ചു. ആ സഹോദരനൊക്കെ എന്തോരു സ്നേഹമാണ് കർത്താവിനോടെന്നറിയാമോ? അയ്യോ, എന്നോട് പറയുന്ന പുള്ളി ഈ കെട്ടുപണിക്കാരനാണ്, പടവ് ബിൽഡിംഗ് പണിക്കാരനാണ്. അദ്ദേഹം പറയുന്നത് കൂടെ പണിയെടുക്കുന്നവരോടും യാത്ര ചെയ്യുമ്പോഴും എല്ലാം ഞാൻ ഈ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ അവർ കേട്ട് മടുത്തു തുടങ്ങിയെന്ന് പറയുന്നത്. എന്നാലും എനിക്ക് നിർത്താൻ പറ്റില്ല അത്രേ. ഞാൻ എങ്ങനെയാണ് എൻ്റെ കർത്താവിനെ കുറിച്ച് പറയാതിരിക്കുന്നതെന്ന്. അയ്യോ പൊന്നെ, എനിക്കൊന്നും അത്രയും കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാനെന്തിനാ വെറുതെ പുറംപൂച്ചി പറയുന്നത്? ആ മനുഷ്യനൊക്കെ കർത്താവിനെ അത്രയും സ്നേഹിക്കുകയോ? അപ്പം ഈ തലയായവനിൽ നിന്ന് ഞരമ്പുകളാലും സന്ധികളാലും നമ്മുടെ അവയവങ്ങൾ, നമ്മളാണ് ഓരോരുത്തരും അവയവങ്ങൾ, നമ്മൾ ഓരോരുത്തരും അവയവങ്ങളാണ്. ഈ അവയവങ്ങളൊക്കെ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോടൊരു ബുദ്ധിപദേശം തരട്ടെ, നിങ്ങൾ ക്രിസ്തുവിൽ വളരുക കേട്ടോ. ഓരോരുത്തരും വളരുക, നമുക്ക് ഒരുമിച്ച് വളരാം, ക്രിസ്തുവിൽ വളർച്ച പ്രാപിക്കാം, തലയിൽ നിന്ന് വളർച്ച പ്രാപിക്കാം. ഈ ലോകത്തിൻ്റെ ഒരു കണക്കുകളും നമുക്ക് വേണ്ട, ഈ ലോകത്തിൻ്റെ ഒരു കെട്ടുപാടുകളും നമുക്ക് വേണ്ട. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്, ഈ നാളും വാവും ശബത്തും നോമ്പും ഭക്ഷണവും ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊന്നും നമുക്ക് വേണ്ട. നമ്മുടെ ശരീരം ക്രിസ്തുവിൻ്റേതാണ്, അതുകൊണ്ട് അത് ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കുക. അപ്പം നമ്മൾ ഓരോരുത്തരും വളർച്ചയിൽ വ്യത്യസ്തതയുള്ളവരാണ്. എന്നാൽ നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തു വളർത്തുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി പരിപൂർണതയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഒരു 10-ാം വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ വായിക്കാൻ, ഇതെല്ലാം താഴേക്ക് പഠിക്കാൻ. എല്ലാ വാഴ്ചിക അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്ന 10-ാം വാക്യത്തിൽ നിന്നുകൊണ്ട് ഈ താഴേക്ക് പഠിക്കണം. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, എങ്ങനെയാണ് ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി 20-ാം വാക്യം നോക്കി. 20, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ എന്ന് പറഞ്ഞാൽ മരിച്ചില്ലേ? ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഏതാ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ? ന്യായപ്രമാണം, തത്വജ്ഞാനം, ഫിലോസഫി. അതായത് ഫിലോസഫി, ന്യായപ്രമാണമാണ് ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ. ഈ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളെ സംബന്ധിച്ച് നമ്മൾ എന്തായി തീർന്നു? ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. മരിച്ചവൻ എന്ത് ഫിലോസഫി ഇരിക്കണം? ചത്ത് കിടക്കുന്ന ശവത്തോട് പോയി ന്യായപ്രമാണം പറഞ്ഞിട്ട് എന്താ കാര്യം ഉണ്ടോ? വല്ല കാര്യമുണ്ടോ? ശവത്തിന് ഗുണദോഷം ഉപദേശിച്ചു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ക്രിസ്തുവിൽ മരിച്ച നമുക്ക് പിന്നെ ഫിലോസഫി ഇല്ല, ന്യായപ്രമാണവും ഇല്ലെന്നേ. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച്, അതായത് ഇങ്ങനെയുള്ളായിരിക്കുന്ന നിയമബന്ധനങ്ങൾ, നിയമകാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ
മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? മരിച്ച നമുക്ക് എന്ത് നിയമം ഇരിക്കുന്നു? അയ്യോ, ശവത്തെ തൊടുന്നവൻ അശുദ്ധനാവും. ന്യായപ്രമാണത്തിലെ കാര്യമല്ലേ, അറിയാമല്ലോ അല്ലേ? ശവത്തെ തൊടുന്നവൻ അശുദ്ധനാവും, അവൻ അന്ന് പകൽ മുഴുവൻ അശുദ്ധനായിരിക്കണം, പിന്നെ പകലും രാത്രിയും പിറ്റേന്ന് കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ. പിടിക്കരുത്, രുചിക്കരുത്, കണ്ടില്ലേ? അങ്ങനെ മരിച്ചിരിക്കുന്ന ഒരു ശവത്തിന് എന്താ അശുദ്ധി, എന്ത് നിയമം, എന്ത് നിയമസംഹിത? ജീവിക്കുന്നവരെ പോലെ, അതായത് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പടങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത് അത്രേ. ഇതൊക്കെ ഭക്ഷണപാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഭക്ഷണപാനീയങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ, എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. ചിലർ ചോദിക്കും, പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലെ ഹൈന്ദവരാണ് താമസിക്കുന്നത്, അവരുടെ വിശേഷ പൂജാ ദിവസങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വിളിച്ചാൽ നമുക്ക് പോകാമോ എന്ന് ചോദിക്കും. ഞാൻ പറയുന്ന അവരുടെ വിശേഷ ദിവസം നമുക്കില്ല, അവരുടെ പൂജയിലും നമ്മൾ പങ്കെടുക്കുന്നില്ല. പക്ഷെ അവർ ഒരു നേരത്തെ ഭക്ഷണം തരാനാണ് നിങ്ങളെ വിളിക്കുന്നതെങ്കിൽ പോകുക, കർത്താവിനെ സ്തോത്രം ചെയ്ത് ഭക്ഷണം കഴിക്കുക. അവരുടെ പൂജയുടെ പങ്കാളിത്തം കൊണ്ടല്ല, അവരുള്ള സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഈ പിടിക്കരുത്, രുചിക്കരുത്, പിന്നെ രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾ നമുക്കില്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു നേരം എന്തെങ്കിലും ഒരു ഭക്ഷണം കൊണ്ടു തന്നാൽ അത് അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണോ, പിന്നെ എവിടുന്ന് കിട്ടിയതാ, എവിടുന്ന് കൊണ്ടുവന്നാൽ, ഇതൊന്നും അന്വേഷിക്കേണ്ട. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ സ്തോത്രത്തോടെ ഭക്ഷിക്കുക. പക്ഷെ പൗലോസ് പറയുന്നൊരു നിയമമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളെ ഒരുത്തൻ ക്ഷേത്രത്തിൽ വിരുന്നിന് ക്ഷണിച്ചാൽ പോകുവിൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. മനസ്സാക്ഷി നിമിത്തം, അതായത് ഒരുത്തൻ കൊണ്ടുവന്നിട്ട് ഒരു ഭക്ഷണം നമുക്ക് തന്നിട്ട് പറയുകയാണ്, ഇത് ഞങ്ങളുടെ അമ്പലത്തിൽ ദേവനെ പൂജിച്ചതാണ്, നിങ്ങൾക്ക് കഴിക്കാമോ എന്ന് ചോദിച്ചാൽ അയ്യോ സോറി എനിക്ക് വേണ്ടെന്ന് പറയണം. എന്താ കാരണം എന്ന് വെച്ചാൽ അവൻ്റെ മനസ്സാക്ഷി നിമിത്തം. പൗലോസ് എടുത്തു പറയുകയാണ്, ഞാൻ മനസ്സാക്ഷി എന്ന് പറഞ്ഞത് തൻ്റേതല്ല മറ്റവൻ്റേതത്രേ എന്ന് കൊരിന്ത്യലേഖനത്തിൽ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് തന്നവൻ ഞങ്ങളുടെ അമ്പലത്തിൽ നിവേദിച്ച നിവേദ്യമാണിത്, നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ കുടിക്കുമോ എന്ന് ചോദിച്ചാൽ പറയണം വേണ്ട, ഞങ്ങൾ കഴിക്കാറില്ല എന്ന് പറഞ്ഞു. അതേസമയം അവനൊന്നും പറയാതെ നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ കുറച്ച് പായസം കൊണ്ട് തന്നാൽ നിങ്ങൾ ഇത് പായസമാണ് എന്നുള്ള അർത്ഥത്തിൽ വാങ്ങുക, സ്തോത്രം ചെയ്ത് കുടിക്കുക. അതെവിടെ നിവേദിച്ചാണെന്ന് നിങ്ങൾ നോക്കണ്ട. പൗലോസിൻ്റെ നിയമം ഇതാ. പൗലോസിൻ്റെ നിയമമല്ല, ക്രിസ്തുവിലായിത്തീരുന്നവൻ്റെ ഒരുത്തൻ പരിപൂർണനാണ്. അവനെ ഇതൊന്നും അശുദ്ധിയുള്ളതാക്കി തീർക്കില്ല. അവൻ്റെ ശരീരത്തിൽ ഇതൊന്നും അശുദ്ധി വരുത്തുകയില്ല. നമ്മൾ ഈ കാര്യം ശരിയാവണ്ണം മനസ്സിലാക്കണം. അതുകൊണ്ട് പൗലോസ് പറയുന്ന ഈ തിന്നുന്ന കാര്യത്തിൽ, കുടിക്കുന്ന കാര്യത്തിലൊക്കെ പറയുന്നത് പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് ഇതെല്ലാം ഉപയോഗത്തിൽ നശിച്ചു പോകുന്ന അത്രയെന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നശിച്ചു പോയില്ലേ, മറപ്പുരയിലേക്ക് പോയില്ലേ ഭക്ഷണം, പിന്നെ അതിനെന്താ അശുദ്ധി ഇരിക്കുന്നു എന്നേ. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ഇതെല്ലാം ഉപയോഗത്തിൽ നശിച്ചു പോകുന്ന അത്ര. അവസാനത്തെ വാക്യം, 23-ാമത്തെ വാക്യം എങ്ങനെയാണ്? അതൊക്കെയും ഇങ്ങനെയുള്ളായിരിക്കുന്ന എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ബന്ധനങ്ങളും ന്യായപ്രമാണങ്ങളും ഉപദേശങ്ങളും എല്ലാം അതൊക്കെയും എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത്. സ്വേച്ഛാരാധന, ഞാൻ എന്നെ തന്നെ ആരാധിക്കുന്ന ആരാധന. മനസ്സിലായോ? സ്വേച്ഛാരാധനയിലും താഴ്മയിലും ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നതായിരിക്കുന്ന ഒരു പ്രക്രിയ. അങ്ങനെ രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ള കാര്യങ്ങളാണ് പ്രയോജനമുള്ളതല്ല. ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. ജഡാഭിലാഷം അടക്കുവാനോ കഴിയുകയില്ലെന്നാണ് പറഞ്ഞത്. എന്നോർത്തിട്ട് ജഡത്തിന് തോന്നിയ പോലെ ജീവിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഈ തീറ്റയും കുടിയുടെ ഒക്കെ കാര്യത്തിൽ പറയാണ്, നല്ല ഭക്ഷണം ഇടുന്നതിൽ കിട്ടിയാൽ കഴിക്കാൻ തോന്നില്ല നമുക്ക്.
ജഡാഭിലാഷം അടക്കാൻ പറ്റുമോ? നല്ല ഭക്ഷണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ വായിൽ ചിലപ്പോൾ വെള്ളം വരില്ലേ? നിങ്ങൾ തുടരുത് പിടിക്കരുതെന്നുള്ളതൊന്നും ചിന്തിക്കേണ്ട, കഴിച്ചോളാനാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുന്നു. എല്ലാ വിധത്തിലും എല്ലാ നിയമങ്ങൾക്കും നമ്മൾ ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിക്കും 3-ാം അധ്യായത്തിൻ്റെ 4 വരെയാണ് ഈ വാക്യം വായിച്ച് അവസാനിപ്പിക്കേണ്ടത്. എങ്കിലും 1 മണിക്കൂർ കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഈ ഒരൊറ്റ, അതായത് നമ്മൾ ക്രിസ്തുവിൽ പരിപൂർണരാണ് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ കാര്യത്തിലാണ് നമ്മൾ പൂർണ്ണതയുള്ളവരായി തീർന്നിരിക്കുന്നത്, എന്താണ് നമ്മുടെ പരിപൂർണത, ക്രിസ്തുവിൽ എങ്ങനെയാണ് നമ്മൾ പരിപൂർണരായിരിക്കുന്നത് എന്നുള്ള വിശദീകരണങ്ങളാണ് അതിൻ്റെ താഴേക്കുള്ള വാക്യം തൊട്ട് 3-ാം അധ്യായത്തിൻ്റെ 4 വരെയുള്ളായിരിക്കുന്ന വാക്യങ്ങളിൽ അതിൻ്റെ വിശദീകരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിന്ന് 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം വരെയാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മളെ ഒരു പ്രകടന വസ്തുവോ ഒരു പ്രകസന വസ്തുവൊന്നും ആക്കി തീർക്കണ്ട. ദൈവത്തിന് മുമ്പിൽ ദൈവം നമ്മുടെ ഹൃദയം അറിയുന്നുണ്ട്. നമ്മുടെ കൃത്രിമ താഴ്മയും കൃത്രിമ മുഖം വാടിക്കലും കൃത്രിമമായിരിക്കുന്ന അഭിനയങ്ങളൊന്നും ദൈവത്തിന് മുമ്പിൽ എടുക്കണ്ട. നമ്മൾ ക്രിസ്തുവിൽ പരിപൂർണരാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.